നമസ്കാരം. ജാക്സൺ യുഗത്തിൽ നമ്മുടെ ആ, ജയിൽ അന്തസ്സായ ജീവിതം എന്ന മഹത്തായ പിണറായി വിജയന്റെ 10 വർഷത്തെ സ്വന്തമായി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതി നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിൻ്റെ അടിയിൽ പലരും വന്നിട്ട ഒരു കമൻ്റാണ്, സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ജയിലിൽ മാന്യമായിട്ടുള്ള കൂലി കൊടുക്കണം എന്നുള്ളത്. നമ്മൾ അംഗീകരിക്കുന്നു. ഓക്കെ. അത് കഴിഞ്ഞ് കർണാടകയിൽ ഈ പറഞ്ഞതാണ് ജയിലിലെ വേജസ് എന്ന് പറയുന്നത്. ഇത് 200 ആയിരുന്നത് 500-600 മാറ്റിയിട്ടുണ്ട് കർണാടക സർക്കാർ. ഓക്കെ. അത് വെച്ചിട്ട് കേരളത്തിൽ ഒരു ജയിൽ പുള്ളി കോടതിയിൽ പോയി. ഇതൊക്കെ എങ്ങനെ പോകുന്നതിൻ്റെ പൊളിറ്റിക്സൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇനി അറിയാത്തവർക്ക് അത് പറഞ്ഞാലും മനസ്സിലാവാനും സാധ്യതയില്ല. അതിൻ്റെ കാരണം നമുക്കറിയാലോ. അപ്പോൾ ഈ ആളവിടെ കോടതിയിൽ പോകുന്നു. കോടതിയിൽ നിന്ന് അതുപോലെ തന്നെ ഇവിടെയും ആക്കാനായിട്ട് പറയുന്നുണ്ടാവും. നമ്മൾ ഈ കോടതിയുടെ തലയിൽ വെച്ചിട്ട് ഇത്തരം പല പരിപാടികളും രക്ഷപ്പെടുന്ന ഒരു പരിപാടി, അതായത് ഒരു സൈഡിൽ സർക്കാർ ഈ ഇതിൻ്റെ അവരുടെ ആൾക്കാരുടെ അടുത്ത് പറയും നമ്മളാണിത് കൂട്ടിയെന്ന് പറയും. ഇപ്പുറത്തെ സൈഡിൽ അതിനെതിരെ ഒരു ചോദ്യം വരുമ്പോൾ ഒരു പറയും ഞങ്ങൾ കൂട്ടിയതല്ല, കോടതി പറഞ്ഞുകൊണ്ട് കൂട്ടിയതാണ്. അപ്പോൾ രണ്ട് തലത്തിലും ഇവർക്ക് മൈലേജ് എടുക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. കാരണം ആർ ശങ്കർ കൊടുത്ത പെൻഷൻ ആരംഭിച്ചതൊക്കെ എന്താ പറയുക EMS ആണ് കൊടുത്തത് എന്ന് പറയുന്ന തലത്തിലേക്ക് നുണപ്രചരണം നടത്തുക എന്നുള്ളതാണല്ലോ ഒരു ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യത്തിലും ഇരട്ടത്താപ്പാണ്. നിലപാടുകളും എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വിഷയം ഇതിൽ എന്താ സത്യത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് കോടതിയിൽ ഒരാൾ പോയിട്ട് അങ്ങനെ ഒരു സംഭവം കൊടുക്കുന്ന നേരത്ത് അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള തുക കൊടുക്കണം എന്ന് പറയുമ്പോൾ ഇതിനെതിരെ കോടതിയിൽ പോയി ഒരു കേസ് പറഞ്ഞ് അത് വാദിച്ച് ജയിക്കാനായിട്ട് പറ്റുന്ന വക്കീലന്മാരെയാണല്ലോ നമ്മൾ സ്ഥിരമായി നമ്മുടെ നികുതിയിൽ നിന്ന് ശമ്പളം കൊടുത്ത് നിർത്തിയിട്ടുള്ളത്. ഇപ്പോൾ എന്താ പറയുക, DGPയോ അല്ലെങ്കിൽ AGയോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കുറേ ഡെസിഗ്നേഷൻസ് ഉണ്ടല്ലോ നമുക്ക്. പ്രോസിക്യൂട്ടേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവരൊക്കെ അവിടെ പണിയെടുക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണല്ലോ. നമുക്ക് തോന്നും അങ്ങനെ കോടതിയിൽ പോയാൽ കിട്ടുമെന്ന്. അങ്ങനെ കോടതിയിൽ പോയാൽ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, മറ്റേ ഷുഹൈബിൻ്റെയും മറ്റേ വധം ഉണ്ടായിരുന്ന TP വധം പോലുള്ള കുറേ വധങ്ങളൊക്കെ വന്നപ്പോൾ ഇതൊന്നും CBIക്ക് വിടരുത് എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ പോയിരുന്നു. സുപ്രീം കോടതിയിൽ സ്ത്രീകളെ കെട്ടണമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ CPM ഓക്കെ എന്നാൽ കയറ്റാണ് വേണ്ടത് എന്ന് പറഞ്ഞു. അതേ നിലപാട്, അതേ തെണ്ടിത്തരമാണ് ഇവിടെയും കാണിച്ചിരിക്കുന്നത്. അതായത് കോടതിയുടെ ഒരു ചാഞ്ഞ് നിന്നിട്ട് നമ്മുടെ കാര്യം നടത്താനുള്ള സാധനം വരുമ്പോൾ അതുമ്മ ചായ, അല്ലാത്തതാണെങ്കിൽ പോയി എത്ര കോടി മുടക്കിയാലും എതിർക്കുക. ഇപ്പോൾ നിയമസഭയിൽ മറ്റേ തല്ലിപ്പൊളിച്ച കേസിൽ എന്തായിരിക്കും, എതിർക്കുന്നുണ്ടോ അതോ അനുകൂലിച്ചോ?